ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ സൂപ്പർ ബമ്പർ. സി കേരളം സൂപ്പർ ബമ്പർ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ നിൽക്കുന്നത് വടക്കഞ്ചേരി ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ അടുത്തുള്ള മംഗലം പാലത്തിലാണ്. പിന്നെ ഈ കാണുന്നത് മംഗലപ്പുഴ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇത് ശരിക്കും നെല്ലിയാമ്പതിയിൽ നിന്ന് ഗായത്രിപ്പുഴ ഒഴുകി വരുന്നുണ്ട്. നെല്ലിയാമ്പതിയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് അത് ഒഴുകി വന്നിട്ടുള്ള അതിൻ്റെ കൈവഴിയാണ് ഇത് മംഗലം. ഇതിങ്ങനെ ഒഴുകി നേരെ പാലക്കാട് ഗായത്രിപ്പുഴയിലേക്ക് തന്നെ ചെന്ന് ചേരുന്ന ആ ഒരു കണക്ഷനാണ് ഈ സംഭവം. ഇപ്പം ഞാൻ പോകുന്ന വഴി എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. നമ്മൾ എല്ലാവർക്കും അറിയാം പൊള്ളാച്ചി റോഡ് അല്ലെങ്കിൽ നെല്ലിയാമ്പതി റോഡ്. നല്ല ചിപ്സ് വറക്കണം മണം വരുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. ഇവിടെ കുറേ ചിപ്സ് കടയുണ്ട്. കുതിരാൻ കയറും മുതൽ ഈ വടക്കഞ്ചേരി എത്തിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വണ്ടി ഒന്നും അറിയാതെ ചവിട്ടും ചിപ്സ് മേടിക്കും. ഞാനും അങ്ങോട്ട് തന്നെയാണ്. ചിപ്സിൻ്റെ സ്മെല്ല് ഇത് അറിയാലോ, നമ്മുടെ വടക്കഞ്ചേരി സ്പെഷ്യൽ ചിപ്സാണ് ഇരിക്കുന്നത്. പിന്നെ ദേ ഇവിടെ റസ്ക് ഉണ്ട്, പിന്നെ മസാല ചിപ്സ് ഇത് സ്പെഷ്യലാണ് ഇവിടുത്തെ. അതുപോലെ തന്നെ ഇത് നമ്മുടെ പഴം ചിപ്സ്. ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൂടുതൽ ആരാധകരുള്ള ഒരു ഐറ്റമാണ് ചിപ്സിൽ ഈ പഴം ചിപ്സ്. കുറേ ഈ ഒരു മധുരം കൂടി കയറുമ്പോൾ എണ്ണ. പിന്നെ ഇത് ഊട്ടി ബർക്കി, അതും ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഭയങ്കര രസമുള്ളൊരു സാധനം. നമ്മൾ സുൽത്താൻ ബത്തേരി അല്ലെങ്കിൽ ഊട്ടി ഭാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ കിട്ടുന്നൊരു സംഭവമാണ്. അവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ്. അതിപ്പോൾ വടക്കഞ്ചേരിയിലുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് വരുമ്പോൾ ബർക്കിയും ഒരു നല്ല ചൂട് ചായ ഇവിടെ നിന്ന് മേടിച്ച് കഴിക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം ചേട്ടാ, എന്താ പേര്? എൻ്റെ പേര് മുകുന്ദാക്ഷനാണ്. മുകുന്ദാക്ഷൻ. ഓക്കെ, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണോ? തൊട്ടടുത്ത് തന്നെ വീട്. അത് ശരി. ഇവിടെ ചിപ്സ് സ്പെഷ്യലിസ്റ്റ് ആണോ? സ്റ്റാഫാണ്. ഇവിടെ എത്ര നാളായി? ഇവിടെ ഒരു 5 വർഷമായി ആണല്ലേ. ഓക്കെ, അടിപൊളി. പിന്നെ ഈ ചേട്ടൻ്റെ പേര് എങ്ങനെയാ? ബഷീർക്ക് ഇവിടെ എത്ര കാലമായി? 7 വർഷം. നിങ്ങളാണോ ഇതിൻ്റെ മെയിൻ ആൾക്കാർ? ഇവിടെ എത്ര പേരുണ്ട് നിങ്ങളപ്പോൾ? ആണല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കുതിരാൻ ഇങ്ങോട്ട് കയറുമ്പോൾ മുതൽ ചിപ്സ് കടകളാണ്. എണ്ണി പറയാൻ പറ്റാത്തത്ര ചിപ്സ് കടകൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കാണാം. ടൈറ്റ് ഫീൽഡ് ആണല്ലേ. ഏറ്റവും കൂടുതൽ എവിടെ നിന്നൊക്കെ വരുന്ന ആളുകളായിരിക്കും ഇത് മേടിക്കുക? വരുമ്പോൾ ഈ 2 സൈഡിൽ നിന്ന് വരുന്നവർ ഇവിടെ ഹോൾട്ട് ചെയ്യുന്നുണ്ട്. ഈ തമിഴ്നാട് സൈഡിൽ നിന്നൊക്കെ വരുന്നവരുടെ കേസ് പറയുമ്പോൾ കോയമ്പത്തൂർ സൈഡിൽ നിന്നൊക്കെ വരുന്നവരെ ഇതൊരു മിനി പമ്പ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കോയമ്പത്തൂരിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഇവിടെ വന്ന് നിർത്തുകയും ശബരിമല സീസണിലൊക്കെ കൂടുതൽ ആൾക്കാർ വരും. അത് മാത്രമല്ല അവിടെ വരുന്നവരെല്ലാം ഈ ചിപ്സും മേടിച്ചിട്ടുള്ളൂ. ഈ ചിപ്സിന് എന്തൊക്കെയാണ് പ്രത്യേകത ചോദിക്കാം. നിങ്ങൾ എന്ത്, ഞങ്ങളും അവിടെ ചിപ്സ് പറക്കണ്ടല്ലോ, എന്താ ഈ സംഭവം? ഇതിൻ്റെ പ്രത്യേകത തന്നെയാണ്. ചെറിയ സ്ലൈസ് ആണ് ഇവർ അരിയുന്നത്. അതിന്റെ ഒരു സുഖം വേറെ. എണ്ണ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. 10 തവണയൊക്കെ ഒരു എണ്ണയിൽ വറുത്ത് കഴിഞ്ഞാൽ ആർക്കായാലും കാറും. ഇത് അതില്ല. വറുത്ത് കൊടുക്കുന്നത്. ഇത്രയും നേരം ചിപ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലേ, ഇത് കഴിച്ചു നോക്കിയില്ലെങ്കിൽ മോശമല്ലേ? താങ്ക് യു ചേട്ടാ. ഓ, നല്ല ചൂടൻ ചിപ്സ്. ഇതിങ്ങനെ ചൂടോടുകൂടി ഇവിടെ മേടിച്ചോണ്ട് പോയിട്ടും കാര്യമില്ല. ഇവിടെ വന്ന് നിൽക്കുക, ചൂടോടുകൂടി മേടിക്കുക, ദേ ഇതുപോലെ കഴിക്കുക. കൊതിയാവണ്ടോ? വേണമെങ്കിൽ ഒരെണ്ണം കഴിച്ചോ. ചിപ്സൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ മംഗലം പാലം വടക്കഞ്ചേരിയിലെ സ്ഥലത്തെ പ്രധാന പയ്യൻസ്മാൻ്റെ അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത്. വടക്കഞ്ചേരി മംഗലം പാലം ഓട്ടോ സ്റ്റാൻഡാണിത്. ചേട്ടന്മാരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. പേരെങ്ങനെയാ? യൂസഫ്, ജിജു, നസീർ ഉണ്ട്. ഇനി അടുത്തത് നസീറും നാസറും അടുത്തടുത്തിരിക്കുക. അൻസർ, സുജീഷ്, ഇവരൊക്കെയാണ് അപ്പോൾ ഇവിടുത്തെ ആളുകൾ എന്ന് പറയുന്നത്. സി കേരളം സൂപ്പർ ബമ്പർ ഗെയിം ഷോ എന്നാണ് നമ്മൾ വരുന്നത്. നമ്മൾ ഇന്നിവിടെ IHRD കോളേജിൽ ഗെയിം നടത്തുന്നുണ്ട്. അതിനു മുമ്പ് നാട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് ചെറിയൊരു ഗിഫ്റ്റ് ഇവിടെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ മമ്മൂട്ടി മോഹൻലാൽ ഫാൻസ് ഉണ്ട്. ഇവിടെ മമ്മൂട്ടിക്കും മോഹൻലാലാണോ ഫാൻസ്? ഈ ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വിജയ്, സൂര്യ ഫാൻസും തല അജിത് ഫാൻസും കൂടുതലാണ്. ഇവിടെ എങ്ങനെയാണ് അവസ്ഥ?
കൂടെയുള്ളത് വിജയ് ഫാൻസ് ആണ്. മൊത്തം വിജയ് ഫാൻസ് ആണോ? സ്റ്റാൻഡ് ഇപ്പൊ ഞങ്ങളായിട്ടുള്ളത് പിന്നെ മമ്മൂട്ടി ഫാൻസ്. മമ്മൂട്ടി വിജയ് ഫാൻസ് മാത്രം ഇവിടെ ഉള്ളൂ. ഓക്കെ, എവിടെ ലാലേട്ടൻ ഒന്ന് കൈവയ്ക്കേ കേട്ടാ, അവിടെ ലാലേട്ടൻ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സിമ്പിൾ ഗെയിം. ആരാ ആദ്യം ഒരു ഗെയിമിൽ പങ്കെടുക്കുക? റെഡിയാണ്? ചേട്ടൻ റെഡിയാണ്. മമ്മൂട്ടി ഫാനാണ് ഞാൻ. മമ്മൂട്ടി എന്ന് പറയുമ്പോൾ മോഹൻലാലിന്റെ സിനിമ പറയണം, മോഹൻലാൽ എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ സിനിമ പറയണം. അറിയണതേ പറയാൻ പറ്റുള്ളൂ. റെഡി, നമുക്ക് തുടങ്ങാം. മമ്മൂട്ടി, മോഹൻലാൽ. അവിടെ നിന്നൊക്കെ പറഞ്ഞു കൊടുക്കണ്ട, ഗിഫ്റ്റ് അങ്ങോട്ട് പോകുന്ന മമ്മൂട്ടി. ഇതിപ്പോ ഇവർക്ക് എല്ലാരും കൂടി ഗിഫ്റ്റ് കൊടുക്കേണ്ടി വരും. പെട്ടെന്ന് പറയണോ? മോഹൻലാൽ. ആ ഏരിയ ഒരു തീരുമാനമായിട്ട്. വേറെ ആരെങ്കിലും പങ്കെടുക്കണ്ടോ? സെയിം ഗെയിം. അപ്പോൾ അൻസർ ആണ് അടുത്തത് മത്സരിക്കാൻ പോകുന്നത്. ഇത്തവണ നമ്മൾ മോഹൻലാൽ മമ്മൂട്ടി മാറ്റി വെച്ചിട്ട് ഇവര് വിജയ് ഫാൻസ് ആണെന്നുള്ള പറഞ്ഞു. നമുക്ക് വിജയ് അജിത്ത് പിടിച്ചാലോ? തുടങ്ങാം. അജിത്ത്, കാവലൻ. വിജയ്, അജിത്ത്, വീണ്ടും അജിത്ത്, അജിത്ത്, വേതാളം. പിച്ച് ചെയ്യാൻ വെച്ചുതരും. എന്തായാലും കഷ്ടപ്പെട്ട് മത്സരിച്ചു, കൂട്ടുകാരെല്ലാരും കൂടി മത്സരിപ്പിച്ചു. നമുക്കൊരു ഗിഫ്റ്റ് കൊടുത്താലോ? അപ്പോ അൻസാറിന് കിട്ടുന്നു സി കേരളം സൂപ്പർ ബമ്പറിന്റെ വക ആദ്യത്തെ ഗിഫ്റ്റ്. നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന ഒരു അടിപൊളി ഷർട്ടാണ്. കുറച്ച് ഉത്തരമൊക്കെ പറയുന്നു, മറ്റുള്ളവർ പറഞ്ഞു തന്നെ ഞാൻ കേട്ടായിരുന്നു അൻസാറെ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഒട്ടും വൈകുന്നില്ല. നമ്മൾ ഈ ടൗണിൽ നിന്ന് നേരെ നമ്മുടെ കോളേജിലേക്ക് പോവുകയാണ്. അവിടെ ഒരുപാട് കുട്ടികൾ സമ്മാനം, അതായത് 25,000 രൂപ വരെ ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞ് റെഡിയായിട്ട് നിൽക്കുമ്പോൾ എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അവിടെ കാണാം. ഉത്സവമായി, മത്സരമായി, ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ, സ്വർഗം തീർക്കാൻ. നമസ്കാരം. സി കേരളം സൂപ്പർ ബമ്പർ ഇന്ന് ഇവിടെ വീണ്ടും ആരംഭിക്കുകയാണ്. എവിടെയാണ് നമ്മൾ? അതാണ് പാലക്കാട് വടക്കഞ്ചേരി IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ തന്നെയാണ് നമ്മൾ ഇന്നും ഇവിടുത്തെ ഒരുപാട് ചുണക്കുട്ടികൾ നമുക്ക് ചുറ്റും. നല്ലൊരു കൈയടി. അപ്പോ ഇന്നലെ നമ്മളിവിടെ അതിഗംഭീരമായ മത്സരങ്ങളായിരുന്നു. മോസീന മത്സരിച്ചു, അതുകൂടാണ്ട് ആട്ടം പാട്ടം ഡാൻസ് എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു. ഇന്നും നമ്മൾ അതേ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവാണ്. ഇവിടെ അടുത്ത മത്സരാർത്ഥി ആരാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി ആരാണ് എന്നൊക്കെ നമുക്ക് ലോട്ടെടുത്ത് തീരുമാനിക്കാം. അതിനു മുമ്പ് ഒരു അടിപൊളി പാട്ടായാലോ നിങ്ങളുടെ ഇടയിൽ നിന്ന്? അല്ലേ, ഈ 3 പേര് കളർ ഡ്രസ് ഇട്ടിരിക്കുന്നവരുടെ 3 പേരുടെയും ബർത്ത്ഡേ ആണോ ഇന്ന്? അല്ല അല്ലേ? അത് കൊള്ളാം, എന്തായാലും പൊളിച്ചു. നമസ്കാരം. ആരുടെ കല്യാണമെന്ന് പറഞ്ഞേ? യബിന്റെ കല്യാണം ആയതുകൊണ്ടാണ് ഇന്ന് ഇവരെല്ലാവരും കളർ ഡ്രസ് ഇട്ട് വന്നേക്കുന്നത് എന്നാണ് പറഞ്ഞത്. വീട്ടിൽ കയറ്റൂല? അത് ശരി. വാടകയ്ക്ക് വീടെടുത്ത് 2 പേരും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കണം. അതിനുള്ള ചങ്കൂറ്റമില്ലേ? എത്ര വയസ്സായി? പറഞ്ഞോ. 22 വയസ്സായി. നന്നായിട്ട് കൂലിപ്പണിയൊക്കെ എടുക്കാം. എന്ത് ചെയ്യാല്ലേ? അത് ശരി. അപ്പൊ എബിന്നല്ലേ പേര് പറഞ്ഞു? ഇദ്ദേഹത്തിന്റെ പേര് ജയദാസ്. രഞ്ജിത്ത്. അങ്ങോട്ട് തിരിഞ്ഞ് വർത്താനം പറഞ്ഞ ഈ ചേട്ടന്റെ പേര് നന്ദു. ഓക്കെ, നിങ്ങള് എന്താണ് 4 അഞ്ജന, അപ്പുറത്ത് അഞ്ജന ഉണ്ടെന്ന്. അങ്ങോട്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ഇവിടെ ഏതാ പഠിക്കുന്നത്? ഓഡിയോ എഞ്ചിനീയറിംഗ് PG ഡിപ്ലോമ ഇൻ ഓഡിയോ എഞ്ചിനീയറിംഗ്. റസൂൽ പൂക്കുട്ടി ടീമാണ്. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും ഉദ്ദേശം സിനിമ തന്നെയാണോ? മ്യൂസിക് ഫീൽഡ്. എന്തൊക്കെയാണ് പ്ലാനുകൾ? ആദ്യം ഇതൊന്ന് പഠിച്ചു തീർക്കട്ടെ ചേട്ടാ, എന്നിട്ടല്ലേ അടുത്ത പ്ലാൻ എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഓക്കെ, അന്ന് ഓഡിയോ എഞ്ചിനീയറിംഗ് അല്ലേ, ഇവരുടെ ഭാഗത്ത് നമുക്കൊരു പാട്ടായാലോ? റെഡി അല്ലേ? അപ്പോ നമ്മുടെ ഈ കൂട്ടുകാരൻ ഒരു പാട്ട് പാടി തരാൻ പോണ. പേരെന്താ പറഞ്ഞത്? രഞ്ജിത്ത് ഒരു പാട്ട് പാടാൻ പോകുന്നു. നല്ലൊരു കൈഡി കൊടുത്തേ. റെഡി, തുടങ്ങിക്കോ. മേലേക്ക് തോണി തുഴങ്ങി പോയി നമ്മൾ മഴയറിഞ്ഞിൽ ഇരവറിഞ്ഞിൽ അകമഴിഞ്ഞോ നമ്മൾ തമ്മിൽ മെല്ലെ അണിയമായി നീ
അമരമായി നീ ഉടൽ തുളുമ്പി പൂവി തമ്മിൽ മെല്ലെ തോണി നിറഞ്ഞ് പ്രാണൻ കവിഞ്ഞ് ഈണമായി നമ്മിൽ മെല്ലെ മായാ നദി മായാ നദി. സൂപ്പർ രഞ്ജിത്ത്, രഞ്ജിത്തിന് നല്ലൊരു കൈ കൊടുത്തേ. താങ്ക് യു. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ കാര്യപരിപാടികളിലേക്കൊക്കെ കിടക്കാം. ഒരു ലോട്ട് എടുക്കണം, അതിനുശേഷം അടുത്ത മത്സരാർത്ഥിയെ വിളിക്കണം. എനിക്ക് തോന്നുന്നു ലോട്ട് എടുക്കാനായിട്ട് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു ടീച്ചറെ ഇങ്ങോട്ട് വിളിച്ചാലോ? രതിമിസ് ഒന്ന് ഓടി വരൂ, അവർ കൈയ്യടി കൊടുത്തേ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി നമസ്കാരമുണ്ട്. ടീച്ചർക്ക് കുട്ടികളെക്കാളും നാണമാണോ? തല കുലിച്ചാണല്ലോ നടന്നു വന്നത്? പേടിച്ചിട്ടാണോ പിള്ളേരെ? അല്ല, പിള്ളേർക്ക് ടീച്ചറിനെ പേടിയാണോ? അല്ല, നല്ല പേടി ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ പറഞ്ഞത്? എന്താണ് ടീച്ചറിന്റെ ഒരു വിലയിരുത്തല്? വലിയ പേടിയൊന്നും തോന്നിയില്ല. ആണല്ലേ. ഇവിടെ ഏതാ പഠിപ്പിക്കുന്നത്? കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടറിന്റെ ആളാണ്. അത് ശരി. ഈ പിള്ളേരൊക്കെ മിടുക്കറാണോ കമ്പ്യൂട്ടറിൽ? ഇവിടെ ഏത് ബാച്ചിനെ ഏറ്റവും ഇഷ്ടം? ഞാൻ സെക്കൻഡ് ഇയേഴ്സിനെയും ഫൈനൽ ഇയേഴ്സിനെയാണ് എടുക്കുന്നത്. രണ്ട് ബാച്ചും നല്ല കുട്ടികളാണ്. ആണ്. തേർഡ് ഇയേഴ്സിന് എന്തായാലും പറഞ്ഞു, എന്തായാലും ഇപ്പൊ പോകില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. തേർഡ് ഇയേഴ്സ് നല്ല കുട്ടികളാണ്, സെക്കൻഡ് ഇയേഴ്സ് നല്ല കുട്ടികളാണ്. ഓക്കെ. ടീച്ചറിന്റെ വീട് എവിടെയാ? ഞാൻ കൊന്നക്കൽ കടവ് എന്ന് പറയും, കിഴക്കഞ്ചേരി. കിഴക്കഞ്ചേരി എന്ന് പറഞ്ഞ കൊന്നക്കൽ കടവ്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ ഹസ്ബൻഡ് ഉണ്ട്, രണ്ട് കുട്ടികളുണ്ട്, അച്ഛൻ അമ്മയുണ്ട്. ഓക്കെ. ടീച്ചർ എങ്ങനെയാണ്? ജാവ സിമ്പിൾ ആണ്, അലൈനാണോ? അലൈനാണോ? അലൈനല്ല. ഓക്കെ, എന്തായാലും വന്ന കാര്യത്തിലേക്ക് കിടക്കാം നമുക്ക്. ഇതിൽ നിന്നൊരു ലോട്ട് എടുത്ത് എനിക്ക് തന്നോ. താങ്ക് യു. അപ്പോ തുടരെ നന്നായി പഠിപ്പിച്ച് മുന്നോട്ട് പോവുക. ഭാവിയിൽ ഇവിടുത്തെ പ്രിൻസിപ്പളൊക്കെ ആവട്ടെ. ഓക്കെ, താങ്ക് യു. സി കേരളം സൂപ്പർ ബമ്പറിന്റെ ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി ആരാണ്? ഒരു നല്ല കൈഡി തന്നേ, നല്ലൊരു കൈഡി തന്നേ. പറയട്ടെ, ഷിഫ. ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി നല്ലൊരു കൈഡി കൊടുത്തേ. നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥി ഷിഫ ഇവിടെ റെഡി ആയിരിക്കുന്നു. നമസ്കാരം ഷിഫ. നമസ്കാരം. ഇവിടെ ഏതാ പഠിക്കുന്നത്? ബികോം ആണോ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഉപ്പച്ചി ഉമ്മച്ചി ഇക്ക ഞാന്. ഓക്കെ. ഇക്ക എന്ത് ചെയ്യുന്നു? ഇക്ക ലുലുലു വർക്ക് ചെയ്യണു, അബുദാബി ലുലുലാണ്. ആഹാ. അപ്പൊ അവിടെ നിന്ന് ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു വിടാറുണ്ടോ ഇക്ക? ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു വലിയ ടെഡി ബിയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പൊളിച്ചു. ഓക്കെ. ഷിഫയുടെ ആദ്യത്തെ മത്സരം നമുക്ക് ലോട്ട് എടുത്ത് തീരുമാനിക്കാം. ലോട്ടും പെട്ടിയും റെഡി ആവട്ടെ. ഇതാണ് പണിപ്പെട്ടി, ഇത് പണപ്പെട്ടി, അതൊക്കെ നമുക്കറിയാം അല്ലേ? ഇതിൽ നിന്ന് പണം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള പണി എടുക്കണം. ഓക്കെ. ഷിഫ ആദ്യത്തെ പണി ചോദിച്ചു വാങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഇവിടെ 25,000 രൂപ വരെ സമ്മാനങ്ങൾ കിട്ടുമ്പോൾ അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ ആ മത്സരത്തിന് കുഞ്ഞു കുഞ്ഞു നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ ഒന്ന് വേഗം കണ്ട് മനസ്സിലാക്കിയിട്ട് പോരെ. സൂപ്പർ ബമ്പർ നേടണമെങ്കിൽ 6 കടമ്പകളാണുള്ളത്. ആദ്യ റൗണ്ട് 120 സെക്കൻഡാണ് സമയം. വിജയിക്ക് 1000 രൂപ ലഭിക്കും. ഈ പണം നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുന്നതാണ്. രണ്ടാം റൗണ്ട് 100 സെക്കൻഡാണ് സമയം. വിജയിക്ക് 2000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാം റൗണ്ട് 80 സെക്കൻഡാണ് സമയം. വിജയിക്ക് 3000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാം റൗണ്ട് 60 സെക്കൻഡാണ് സമയം. വിജയിക്ക് 5000 രൂപ ലഭിക്കും. മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാം റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിക്ക് 10000 രൂപ ലഭിക്കും. എന്നാൽ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാം റൗണ്ട് 20 സെക്കൻഡാണ് സമയം. അതായത് സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിക്ക് 25,000 രൂപ ലഭിക്കും. ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10,000 രൂപയാണ്. ഇത്രയൊക്കെ ഉള്ളൂ നിയമങ്ങള്. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വറീഡ് ആവണ്ട. ഇവിടെ മത്സരിക്കുക, അത്രയും ചിന്തിച്ചാൽ മതി. എന്ത് ഗെയിം തന്നാലും നമ്മൾ സ്കൂളിലോ അല്ലെങ്കിൽ പണ്ട് വീട്ടിലൊക്കെ നമ്മൾ കളികളൊക്കെ ഏർപ്പെടാറുണ്ടല്ലോ, അതുപോലെയാണെന്ന് മാത്രം കരുതിയാൽ മതി. അപ്പൊ ടെൻഷനൊന്നും ഉണ്ടാവില്ല. റെഡി അല്ലേ ഷിഫ? ഷിഫ വീട്ടിൽ അങ്ങനെ മത്സരിക്കാറൊക്കെ ഉണ്ടോ? വീട്ടിൽ കളികളൊക്കെ ഉണ്ടാവാറുണ്ടോ? ആരുടെ കൂടെ ഏറ്റവും കൂടുതൽ തല്ലുകൂടാറ് വീട്ടില്? അതുകൊണ്ടാണ് ഇപ്പൊ പാവം ദുബായി പോയി പണിയെടുക്കണേ.
ഓക്കെ, എന്തായാലും ഷിഫ ആദ്യത്തെ പണി ചോദിച്ച് മേടിച്ചെടുത്തോളൂ. പണിപ്പെട്ടിന്ന് ഒരു ഗെയിം എടുത്ത് എനിക്ക് തന്നോളൂ. ഉറങ്ങാൻ ഇഷ്ടമല്ലേ? ആർക്കും ഇഷ്ടമല്ലാത്തത്? നമ്മൾ തൊട്ടിലൊക്കെ കിടക്കുമ്പോ ഇങ്ങനെ ആട്ട് തൊട്ടി ഇങ്ങനെ ഉറങ്ങണതും ഇഷ്ടമല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു ഗെയിം തന്നാലോ? ഗെയിമിന്റെ പേര് മാത്രം ഇതൊക്കെ ആയിട്ട് സാമ്യമുള്ളൂ. ഗെയിമിന്റെ പേര് ആട്ട് തൊട്ടിലിൽ എന്നാണ്. നമ്മളൊരു ആട്ട് തൊട്ടില് പോലത്തെ ഒരു സംഭവം തരും. അതിൽ ഒരു ബോള് ഒരു സുഹൃത്ത് എടുത്ത് വെച്ച് തരാൻ നമ്മൾ റെഡിയാക്കി നിർത്തും. അത് അപ്പൊ പിടിച്ചു കഴിയുമ്പോൾ ത്രാസ് പോലെ ഉണ്ടാവും. പക്ഷെ ഈ ബോൾ ഉരുണ്ടു പോകാൻ സാധ്യതയുണ്ട്. അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് കളയാതെ ബാലൻസ് ചെയ്ത് ബോൾ കൊണ്ടുപോയി ബാസ്ക്കറ്റിൽ ഇടുക എന്നുള്ളതാണ് ഗെയിം. എന്ത് തോന്നുന്നു ഇതൊക്കെ കേട്ടിട്ട്? ഈ ഗെയിം നേരത്തെ കണ്ടിട്ടുണ്ട്. ജയിക്കും? അതറിയില്ല. ഗെയിം അറിയാം, ജയിക്കോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഷിഫ ജയിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഷിഫയുടെ ആദ്യത്തെ ഗെയിമിലേക്ക് നമ്മൾ പോകുന്നു. 1000 രൂപയുടെ ഗെയിം, ആട്ട് തൊട്ടിലിൽ. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി ഷിഫ. ഷിഫ തൊട്ടിലൊക്കെ കൈപിടിച്ചിവിടെ റെഡിയാണ്. ഇതിലാണ് ബോൾ അവിടെ കൊണ്ടുപോയി ഇടേണ്ടത്. ഇതൊരു ത്രാസ് പോലെയൊക്കെ ഉണ്ടല്ലോ. ഷിഫ ഒന്ന് പൊക്കി പിടിച്ച് നോട്ടെ. ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഈ കറുത്ത ഡിസൈൻ്റെ താഴോട്ട് കൈ കൊണ്ടുവരരുത് കേട്ടോ. അതങ്ങനെ വേണം പിടിക്കാനായിട്ട്. ഇനി ഇതിലെ ബോൾ എടുത്ത് വെച്ച് കൊടുക്കാൻ ഒരു ഫ്രണ്ട് സഹായിക്കാൻ ഓടി വന്നു. ഓക്കെ, ഫ്രണ്ടിന്റെ പേരെന്താ? സുമയ്യ ആണ് സഹായിക്കാൻ പോകുന്നത്. നിങ്ങളുടെ സമയം 120 സെക്കൻഡ് ആണ്, അതായത് 2 മിനിറ്റ് വരും. ഇതിലേക്ക് ഓരോ ബോളുകൾ എടുത്ത് വെച്ച് കൊടുക്കുക മാത്രമാണ് സുമയ്യയുടെ ജോലി എന്ന് പറയുന്നത്. ഇത് അവിടെ കൊണ്ടുപോയി ഇടണം 2 മിനിറ്റിനുള്ളിൽ, അതായത് 120 സെക്കൻഡിനുള്ളിൽ 5 എണ്ണം ആണ് അവിടെ കൊണ്ടുപോയി ഇടേണ്ടത്. റെഡി അല്ലേ? തുടങ്ങാം. അപ്പോ നല്ലൊരു കൈയടി കൊടുത്തേ. ഷിഫ തുടങ്ങിക്കോ. 1 2 3 സ്റ്റാർട്ട്. തുടങ്ങിക്കോ. പതുക്കെ ബാലൻസ് ചെയ്ത് പൊക്കോളൂ. പറ്റും. 5 എണ്ണേ ഉള്ളൂ. അത്രേ ഉള്ളൂ. സെന്റർ കണക്ക് അടിപൊളി. ഓഹോ. ഇനി അത് എങ്ങനെയെങ്കിലും അതിന്റെ ഉള്ളിലേക്ക് എത്തിക്കണം. അത് എങ്ങനെയാന്ന് മാത്രം എന്നോട് ചോദിക്കരുത്. നല്ലൊരു കൈയ്യടി കൊടുത്തേ. ഇതെങ്ങനെ കൊണ്ടുപോണേ? കറക്റ്റ് ആയിട്ട് പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ട്. നല്ലൊരു കൈയ്യടി കൊടുത്തോളൂ. ഓക്കെ, അടുത്തെടുത്തോണ്ട് വരെ. അതെനിക്ക് തോന്നുന്നു അത് ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു. പയ്യെ ഇപ്പൊ പോയോ? അത് കറക്റ്റ് ആയിരുന്നു. നല്ലൊരു കൈയ്യടി. ഒന്ന് പ്രോത്സാഹിപ്പിച്ചേ. അതാണ് അത് തന്നെ. ഇനി പയ്യെ കടട്ടെ. ഇരിക്കും പേടിയാവണ്ടത്. ഷിഫ അത് അടുത്ത്. അടിപൊളി. ഒരെണ്ണം ഇട്ടിരിക്കുകയാണ്. ഇനി അടുത്തത് രണ്ടാമത്തെ. പയ്യെ. സുമയ്യയും വളരെ ബുദ്ധിയിൽ കറക്റ്റ് സെന്റർ കണ്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. ആള് വളരെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്ത് ഇപ്പൊ ഓക്കെ ആയെന്ന് തോന്നുന്നു. അതും കറക്റ്റ് പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല. നമ്മുടെ ഇഷ്ടംപോലെ ബോൾ അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. പോരട്ടെ. നിലത്ത് വീഴുമ്പോ പറയാം. പോരട്ടെ. അടിപൊളിയാണ്. സംഭവം വളരെ സിമ്പിളാണ്. 2. ഇപ്പൊ പരിപാടി മനസ്സിലായെന്ന് തോന്നുന്നു. 1000 രൂപയാണ് കിട്ടുന്നത് ഷിഫ. അപ്പൊ അതുകൊണ്ട് സംയമനം പാലിച്ച് മത്സരിക്കണം. അതാണ് ഉറക്കെ പറഞ്ഞേ. പോരട്ടെ. വീണു. 3 എണ്ണം. ഇനി 2 ഇത് പറ്റും. സിമ്പിൾ അല്ലേ? സെന്റർ നേരത്തെ ഐഡിയ ഓക്കെ ആയിരുന്നു സുമയ്യ. 2 എണ്ണം കൂടിയൊക്കെ എത്തിക്കാനുള്ള സമയം എന്തായാലും കാണുമായിരിക്കും. പയ്യെ. അത് അത്രയും ഓക്കെ. ഓ, കറക്റ്റ്. അത് എളുപ്പമായിരുന്നു. അത് റെഡി. അടുത്തെടുത്തോ. പോരട്ടെ. പയ്യെ. 4 എണ്ണം. ലാസ്റ്റ് വൺ. അവസാനത്തെ ബോളാണ്. ഇത് നടക്കും. ഇതിൽ തീർക്കാൻ നമുക്ക് ഗെയിം. ടെൻഷൻ വേണ്ട. ഈസി. 5 എണ്ണം. 3 മഞ്ഞയും 1 പച്ചയും 1 ഓറഞ്ചും അവിടെ എത്തിച്ചുകൊണ്ട് ഷിഫ സ്വന്തമാക്കിയിരിക്കുന്നു. എത്ര രൂപ? 1000 രൂപ സ്വന്തമാക്കിയിരിക്കുന്നു. ഒരു നല്ല കൈയടി കൊടുത്തേ. 1000 രൂപയും സ്വന്തമാക്കിക്കൊണ്ട് ചിരിക്കാതെ നിൽക്കുന്നോ? എന്താ ഷിഫ അത്? അങ്ങോട്ട് ചിരിച്ചേ. പോരട്ടെ. നല്ല ചിരിയാണല്ലോ. ആ മൈക്ക് മാറ്റി പിടിച്ചിട്ടൊന്ന് ചിരിച്ചേ. എല്ലാവരും ചിരിയാണ്ട്ടെ. പൊട്ടി ചിരിച്ചേ. പേടിപ്പിക്കാതെ ചിരിച്ചേ. ചിരിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ പേടിപ്പിക്കണ എന്തിനാ? ഓക്കെ, ഷിഫ സെറ്റ് ആയിട്ടുണ്ട്. ഇനി പേടിക്കേണ്ട കാര്യമില്ല. ഷിഫ മത്സരിക്കാൻ റെഡിയാണ്. അടുത്ത മത്സരത്തിലേക്ക് പോവാം.
പോവാം. പോയാലോ? ആ. നമുക്ക് എന്നാ ലോട്ടറി എടുത്താലോ? എന്തെങ്കിലും മറക്കുന്നുണ്ടോ ഷിഫ? എന്തെങ്കിലും? ക്യാഷ്. ആ, അത് ഓർമ്മ വേണം. 1000 രൂപയാണ് സമ്മാനം. അപ്പൊ 1000 രൂപ കൊടുക്കാം അല്ലേ? ഇതിനാരെങ്കിലും ഇവിടെ എന്തെങ്കിലും ചെലവൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ഷിഫെ, നീ മത്സരിച്ചിട്ട് വരുമ്പോൾ പൈസ കിട്ടാൻ എനിക്ക് ചെലവ് ചെയ്യണമെന്ന കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു അത്? ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്? എത്ര ഫ്രണ്ട്സ് ഉണ്ട്? 4 ആള്. അപ്പൊ 1000 രൂപയ്ക്ക് ഓക്കെ, ഇതിൽ തോപ്പിച്ചൂടാ അല്ലേ? ഓക്കെ, എന്താണ് ആ ഫ്രണ്ട്സിന്റെ പേര്? ആ 4 പേരുടെ പേരെന്താ? ആതിര, സുമയ, സുമയ്യ, നേരത്തെ സ്നേഹ, ഹെൽപ്പ് ചെയ്യാമെന്ന ആള്. ആ, ശ്രുതി. സ്നേഹം, ശ്രുതി. ആ 4 പേരിന്റെ ആ, നിങ്ങൾ മറ്റേ ചെയിൻ പോലെ ഒട്ടി അവിടെ നിൽക്കാണല്ലേ, ഞാൻ ഇപ്പഴാ കണ്ടത്. ഓക്കെ, അവരാണ് കേട്ടോ ആ 4 പേര്. ദേ 1000 രൂപ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ മേടിച്ച് കഴിച്ചോ. എന്നാ ഇത് വേണ്ടേ, ഇവിടെ നോക്ക്. ആഹാ, അത് ശരി. അപ്പൊ 1000 രൂപ ഷിഫയ്ക്ക് സ്വന്തമായി കിട്ടിയിരിക്കുന്നു. നല്ലൊരു കൈയ്യടി കൊടുത്തേ. ഓക്കെ, ഇനി ഷിഫയ്ക്ക് ഉള്ള അടുത്ത ഗെയിം കൊടുക്കാൻ പോവാണ്. അതിനു മുമ്പ് ഈ മൈക്ക് തന്നെ ഞാൻ ഈ ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുത്താലോ എന്ന് ആലോചിക്കും. നിങ്ങളിങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഒരു ചുമ്മാ മൈക്കിലൂടെ സംസാരിച്ചുകൊണ്ടുള്ള ഒരു ഗെയിം, ടങ് ട്വിസ്റ്റർ അല്ല, അതുപോലത്തെ എന്തെങ്കിലും ഒരു ഗെയിം ആയിരിക്കും. ആരാ മത്സരിക്കാൻ റെഡി? അവിടെ റെഡിയാണ്. ആ മച്ചാനെ, ഇങ്ങോട്ട് വന്നോ. ദിങ്ങട് പോരെ, ദിങ്ങട് തന്നെ പോരെ, ഇവിടെ വന്നോ. അപ്പൊ ഈ മച്ചാനാണ് നമ്മുടെ ഈ നിലവിൽ സൂപ്പർ ബമ്പറിൽ അല്ലാതെ പെട്ടെന്നുള്ള ഒരു ഗെയിമിൽ പങ്കെടുക്കാൻ വന്നത്. എന്താ പേര്? ഫവാസ്. ഫവാസ്. ഫവാസ് എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട് ഒരു കൂട്ടുകാരൻ. ഞാൻ അഭിനയിച്ച ഷോർട്ട് ഫിലിമിന്റെ സംവിധായകനൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം അവനെ. പിന്നെ കോഴി ബിരിയാണി എന്നൊരു ഷോർട്ട് ഫിലിം ഉണ്ട്, അതിന്റെ സംവിധായകനാ. അതെന്താ കോഴി ബിരിയാണി വന്നപ്പോ ഇവിടെ ചിരിച്ചത്? അതിനെന്താ കാര്യമുണ്ടല്ലോ. ഇദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പേരുണ്ടോ? അതോ ഫവാസിന് കോഴി ബിരിയാണിയാണോ ഇഷ്ടം, അതോ കോഴി മാത്രമാണോ ഇഷ്ടം? മൈക്കിൽ പറയൂ, എന്ത് പറഞ്ഞാലും മൈക്കിൽ പറഞ്ഞോളൂ. കോഴി ബിരിയാണി ഇഷ്ടമാണ്. ആ, അത്രേ ഉള്ളൂ. കോഴിയും ഇഷ്ടമാണ്. കോഴി ബിരിയാണി പറയുമ്പോ കോഴിയും. ഈ കോഴി ബിരിയാണിയിൽ മുട്ടയുള്ള കോഴി ബിരിയാണിയാണോ ഇഷ്ടം? ഞാന് മുട്ടയില്ലാത്ത വാങ്ങിക്കാം. മുട്ടയില്ലാത്ത വാങ്ങിച്ചു കഴിക്കുള്ളൂ. ഓക്കെ, ആയിക്കോട്ടെ. എവിടെ വീട്? ഇരട്ടക്കുളം. ഇവിടെ എന്താ പഠിക്കുന്നത്? BSc കമ്പ്യൂട്ടർ സയൻസ്. നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാല ഒന്ന് പറഞ്ഞേ, വെറുതെ. ഗെയിമാണ് കേട്ടോ, ഗെയിമാണ്. ഇംഗ്ലീഷ് അക്ഷരമാല ഒന്ന് പറഞ്ഞേ. ABCDEFGHIJKLMNOPQRSTUVWXYZ. നല്ലൊരു കൈഡി. ആയി. ഇനി Z മുതൽ തിരിച്ചു പറഞ്ഞേ. Z മുതലേ തിരിച്ചിങ്ങോട്ട് കിട്ടും. എനിക്ക് പെട്ടെന്ന് ആലോചിച്ചാൽ കിട്ടുമെന്നില്ല, പക്ഷെ ആലോചിച്ചാൽ കിട്ടും. അതൊന്ന് കൈയടിച്ചേ. ആള് തലകുത്തി പറയാൻ പോവാണ്. Z to ബാക്കോട്ട്. Z Y X W പോട്ടെ. വി എന്നെ നോക്കണെന്തിനാ? V പിന്നെ U പിന്നെ ഇത് ഇവരൊക്കെയാണല്ലോ പറയുന്നത്, ചുറ്റുള്ളവരാണല്ലോ പറയുന്നത്. T. ഓക്കെ, അന്നൊരു കാര്യം ചെയ്യട്ടെ. നമ്മൾ A for എന്താ? A for apple. B for bat. C for cat. D for dog. അതുപോലെ തിരിച്ചു പറഞ്ഞേ. Z for zebra. അടുത്തത് പറ. അടുത്തത് ഏതാ പറ? Y. Y for yak. ഓക്കെ, അടുത്തത് പിന്നെ X. X ഉണ്ട്. X ഗേൾഫ്രണ്ട്. X center. സെന്റർ. ഓക്കെ, ആയിക്കോട്ടെ. പിന്നെ U. അപ്പൊ അതിന് മുമ്പുള്ള എവിടെ പോയി? W for watch. ഓക്കെ. V വന്നിട്ട് V for പറഞ്ഞ സംഭവം ഉണ്ട്. ഉണ്ടല്ലോ. ഒരു സംഭവം V for ഒരു സംഭവം ഉണ്ട്. ജഗദീഷ് ചേട്ടൻ പറഞ്ഞു കൊണ്ടുവന്നത്. V for കുറേ ഉണ്ട്. V for കുറെ ഉണ്ടെന്നല്ല, V for എന്തുണ്ട്? വൈബ്രേറ്റ് ഉണ്ട്. വൈബ്രേറ്റിലേക്കേ കൈ വെക്കുള്ളൂ. ഓക്കെ. ഇതിൽ കൂടുതൽ വെള്ളം കുടിപ്പിക്കണോ? സമ്മാനം കൊടുത്ത് വിട്ടോട്ടെ. ഞാൻ സമ്മാനം കൊടുക്കാല്ലേ? അപ്പോ എന്തായാലും ഒരു അടിപൊളി സമ്മാനം ഉണ്ട് ഇവിടെ. ഇത് എന്തിനാണെന്നറിയാമോ? ഇവിടെ വന്ന് ഈ ചങ്കൂറ്റം കാണിച്ചതിനാണ് ഈ സമ്മാനം. നല്ലൊരു കൈയ്യടി കൊടുത്തേ. N for നോർത്ത് റിപ്പബ്ലിക് തരുന്ന ഒരു സമ്മാനമാണ് നമ്മൾ കൊടുക്കുന്നത്. കൈയോടെ മേടിച്ചോ. ഒരു അടിപ്പൻ ഷർട്ടാണ്. നാളെ ഇതൊക്കെ ഇട്ട് ചുറ്റി തിരിഞ്ഞ് നടക്കാം. ഓക്കെ, പോക്കോ. ഓൾ ദ ബെസ്റ്റ്. അപ്പോ നമ്മൾ ഇനി ഷിഫയുടെ രണ്ടാമത്തെ മത്സരത്തിലേക്ക് കിടക്കാൻ പോവുകയാണ്. 2000 രൂപയുടെ, അതായത് 3000ത്തിലേക്കുള്ള എൻട്രി ഗെയിം. അതിനുള്ള പണി നമ്മൾ എടുക്കണം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. സി കേരളം സൂപ്പർ ബമ്പറിൽ എ ഷോർട്ട് ബ്രേക്ക്.
വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. അതിൽ സൂപ്പറായിട്ട് മത്സരിക്കാൻ ഷിഫ റെഡിയാണ്. ഷിഫ, അടുത്ത പണി നമുക്ക് എടുത്താലോ? പണിപ്പെട്ടി അവിടെ ഇരിക്കുന്നു. ഒരെണ്ണം എടുത്തോ, ഒന്നും നോക്കണ്ട. സുരേഷ് ഗോപിന് ഇഷ്ടമാണോ? അല്ലേ? വിഷമോട്ടോ പുള്ളിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ കണ്ണ് ഇത് മുഖത്തടിച്ചു പോലെ. ഇതിപ്പോ ഞാൻ എന്നെ ഇഷ്ടമാണോ ചോദിച്ചാൽ നല്ല എന്ന് പറഞ്ഞല്ലേ പോയല്ലോ. അങ്ങനെ തന്നെ വേണം. എന്തായാലും ഗെയിമിന്റെ പേരെന്താണെന്നറിയാമോ? ഓർമ്മയുണ്ടോ ഈ മുഖം? ഈ ഗെയിം എന്ന് പറയുന്നത് നമ്മൾ ഒരു ചെറിയ ട്രേ താങ്കളുടെ ശരീരത്തിൽ ഘടിപ്പിച്ച് തരും, റോബോട്ടിനെ പോലെ ആക്കും. ഓക്കെ, എന്നിട്ട് ഇവിടെ കുറെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുണ്ടാവും. അതിലേക്ക് എത്തിച്ചേരാനായിട്ട് ചെറിയ ചെറിയ കടമ്പകൾ ഉണ്ടാവും. അതൊക്കെ കടന്ന് ആ പ്രോപ്പർട്ടികളെല്ലാം എടുത്ത് ഇതിലാക്കി തിരിച്ചിവിടെ എത്തിക്കുക, അതിനകത്തേക്ക് മൊത്തത്തിൽ എത്തിച്ച് തിരിച്ചെത്തുക എന്നുള്ളതാണ് ഗെയിം. ഷിഫ, അപ്പൊ രണ്ടാമത്തെ മത്സരത്തിന് റെഡി ആയിട്ട് നിൽക്കാണ്. റെഡി അല്ലേ? ഇത് ജയിച്ചാൽ 3000ന്റെ റൗണ്ടിലേക്ക് നമുക്ക് കിടക്കാം. ഉറപ്പായിട്ടും 3000 രൂപ കിട്ടുന്ന റൗണ്ട്. ഇതിന് നമുക്കൊരു സുഹൃത്തു കൂടി വേണം. കാരണം ഷിഫ ഇത് മത്സരിക്കുമ്പോൾ ഈ ഇരിക്കുന്ന സംഭവങ്ങളുണ്ടോ, അതിൽ നിന്ന് ഒരു ബലൂൺ, ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് വിത്ത് ബോൾ, അത് ആ മഞ്ഞ പാത്രത്തോട് കൂടി അങ്ങനെ തന്നെ ആ ഗ്യാപ്പ്, അതിൽ നിന്ന് ഒരെണ്ണം, അത് ഇതിന്റെ മുകളിൽ ഗ്ലാസ് വെച്ചിരിക്കുന്നത്. അപ്പൊ അടിയിൽ പിടിച്ചെടുക്കണം, അതൊക്കെ നിരത്ത് വീഴാണ്ട് എടുക്കണം. എടുത്തിട്ട് ഇതിൽ നിരത്തുകയാണ് ഗെയിം. അപ്പൊ ഇതിങ്ങനെ കൂടെ ബാലൻസ് ചെയ്ത് കൂടെ വരാൻ ഒരാൾ വേണം. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ ഗെയിം നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ഇതെടുത്ത് നിലത്ത് വീണു എന്ന് വിചാരിക്കുക, അപ്പൊ അത് തിരിച്ചെടുത്ത് വെച്ച് തിരിച്ച് വീണ്ടും വരേണ്ടി വരും. നമ്മൾ ഈ പാമ്പും കോണിയും കളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, എവിടെന്നെങ്കിലും പോയാൽ തിരിച്ചു വരണം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു അവസ്ഥ കൂടി ഇതിനകത്തുണ്ട്. ഓക്കെ, 100 സെക്കൻഡ് സമയത്തിനുള്ളിൽ 1, 2, 3, 4 ഐറ്റം ഇതിൽ വേണം. ഇതിന്ന് ഒരെണ്ണം, അത് മൊത്തത്തിൽ ഇതിന്ന് ഒരെണ്ണം, അതിന്ന് ഒരെണ്ണം. റെഡി അല്ലേ? ഏത് കൂട്ടുകാരിനെ വിളിക്കുക കൂട്ടത്തിന്ന്? ആതിര, മറ്റേ നമ്മള് ഗിഫ്റ്റ് സമ്മാനം ചെലവ് കൊടുക്കാൻ പോകുന്ന ആതിര. ആതിര എവിടെ? പണിയെടുത്തിട്ട് ചെലവ് മേടിക്കുന്ന നല്ലത് അല്ലേ? അതല്ല അതിന്റെ ഒരു രീതി. അപ്പൊ ആതിര, നമസ്കാരം. നമസ്കാരം. എന്തുകൊണ്ടാണ് ഷിഫേനെ അടുത്ത കൂട്ടുകാരിയായിട്ട് തെരഞ്ഞെടുത്തത്? ഇതൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന പണികളുള്ളൂ, ഇതിൽ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. പറഞ്ഞോളൂ. നല്ല ഫ്രണ്ട് ആയതുകൊണ്ട് പറ്റിപ്പോയി. അങ്ങനെയൊന്നല്ല. അല്ല, ഈ ഫ്രണ്ട് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ടോ? ഈ കാക്ക മറ്റേ ലുലു മാളിന്ന് ഇതൊക്കെ കൊടുത്തു വിടും, അതൊക്കെ കൊണ്ടു തരാറുണ്ടോ? തരാറുണ്ട്. ബർത്ത്ഡേക്ക് എന്താ ചെലവ് ചെയ്തത്? ചെലവൊന്നും ചെയ്തില്ല. അയ്യോ, സാരില്ല, ഇന്നിപ്പോ ക്യാഷ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, ഇന്ന് ചെയ്യാം, ബർത്ത്ഡേ ചെലവായിട്ട് ചെയ്യാം. ദേ പറഞ്ഞു, കുഴപ്പമില്ല. ചെലവ് ചെയ്യാൻ വിളിച്ചത് അവരാരും വന്നില്ല. എന്നെങ്ങാനും വിളിക്കണമായിരുന്നു, വിവരം അറിഞ്ഞേനെ. ഞാൻ ചെലവ് ചെയ്യാൻ ബിരിയാണി ഒക്കെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ എഴുതിയ, പക്ഷെ ആരും ഒട്ടും വന്നില്ല. ഇത്രയും പിള്ളേര് കോളേജിൽ ഇട്ടിട്ട് ആർക്കെങ്കിലും ഒന്ന് പോവായിരുന്നു. നമുക്കിനി ഗെയിമിലേക്ക് കിടക്കാം. നിങ്ങളുടെ ആയുധം പിടിച്ചോളൂ, മൈക്ക് തന്നോളൂ, എന്നിട്ട് രണ്ടുപേരും അത് റെഡി ആയിട്ട് നിന്നോളൂ, ബാലൻസ് ചെയ്ത് റെഡി ആയിട്ട് നിന്നോളൂ. 2000ന്റെ റൗണ്ട് ഷിഫയും ആതിരയും റെഡിയാണ്. നമ്മൾ തുടങ്ങുന്നു. ഇതിൽ നിന്നെല്ലാം നേരത്തെ പറഞ്ഞല്ലോ, ഓരോന്ന് വീതം ഇതിലെത്തിക്കുക, നിലത്ത് വീഴാതെ സൂക്ഷിക്കുക, പതുക്കെ പോവുക. 100 സെക്കൻഡ് സമയമുണ്ട് നിങ്ങളുടെ കയ്യിൽ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒന്നാമത്തെ വളരെ സിമ്പിൾ ആയിട്ട് അവർ എടുത്തു വെച്ചുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങുകയാണ്. അവർ പയ്യെ പയ്യെ മെല്ലെ മെല്ലെ മുന്നോട്ട് നീങ്ങുമ്പോൾ കൈ പിടിക്കരുത്. അത് തന്നെ, ബാലൻസ് ചെയ്ത് പോകുന്നു. അടിപൊളി, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. രണ്ടാമത്തെ പയ്യെ, സൂപ്പർ, അടിപൊളി. ഒന്ന് കൈയടിച്ചേ. അതാണ്. ഇനി അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾ നീങ്ങണം. ഇവിടെ കൈ പിടിക്കാതെ അങ്ങനെ തന്നെ പോവുക. രണ്ടുപേരും പരസ്പരം ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ചെറിയ കാറ്റ് ഇവർക്ക് പണി കൊടുക്കുന്നുണ്ടോ ഇതൊരു ഡൗട്ട് ഉണ്ട്. കാരണം ബലൂണൊക്കെ ചിലപ്പോൾ പറന്നു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, അടിപൊളി. ഇവിടെ ഒരു കുഞ്ഞു സാധനം ഉണ്ടായിരുന്നു, അതിൽ നിന്നൊരു ഗോൾ എടുക്കണം. അത് കണ്ടില്ലായിരുന്നു അല്ലേ? പയ്യെ. റെഡി. അതിൽ നിന്ന് ഒരു ബോള്. സൂപ്പർ, അടിപൊളി. അതിന്റെ ഏറ്റവും കഷ്ടമുള്ള ടാസ്ക് അത് തന്നെയായിരുന്നു. ഇനി ഇവിടെ ഒരെണ്ണം കൂടി ഉള്ളൂ. നമ്മൾ ഒരു 60 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങോട്ട് പോരട്ടെ. ഇതിൽ നിന്ന് ഒരെണ്ണം കൂടി എടുത്തു വെച്ച്, അപ്പൊ അവിടെ ഒരെണ്ണം പോയി. അപ്പൊ നേരെ പഴയ സ്ഥാനത്തേക്ക് വിട്ട് അതിൽ നിന്ന് ഒരെണ്ണം കൂടി എടുത്തു വെച്ചോ, സമയമുണ്ട്. ആ ബോള് ബുദ്ധിപരമായിട്ട് ഇതിന്റെ ഏതെങ്കിലും സെന്ററിൽ വെച്ചാൽ പോരായിരുന്നു, അപ്പൊ ചാടി പോകില്ലല്ലോ. ഓക്കെ. പതുക്കെ ബാലൻസ് ചെയ്ത് പോകുന്നു. ഓക്കെ, അതവിടെ വെക്കുന്നു. എന്നിട്ട് ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം കൂടി എടുത്താൽ മതി. പയ്യെ. നിസാര സമയം കൂടി നിങ്ങളുടെ കയ്യിലുള്ളൂ.
കൗണ്ട് ഡൗണിനൊന്നും പോകാനുള്ള സമയം എത്തിക്കഴിഞ്ഞു. എന്തിനെന്നെ ദേഷ്യത്തോടു കൂടിയൊക്കെ ഗെയിം കഴിഞ്ഞു. ഒരു നല്ല കൈയടി കൊടുത്തേ. 2000ന്റെ റൗണ്ടും കടന്ന് ഷിഫ 3000 ഉറപ്പായിട്ടും കിട്ടുന്ന റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇത്തിരി ടഫ് ഗെയിം ആയിരുന്നു അത്. കുഴപ്പമില്ല. എന്റെ ദൈവമേ, ഞാൻ ചമ്മിപ്പോയില്ല. ഇതൊക്കെ എന്ത് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് കിടക്കാം. അതിനു മുമ്പ് എന്തൊക്കെയാണ് ഷിഫയുടെ ഭാവി പരിപാടികൾ, അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ, ഹോബീസ്, അങ്ങനെയുള്ള പരിപാടികൾ എന്തൊക്കെയാ? ഞാൻ ഡ്രോയിങ് ചെയ്യാറുണ്ട്. വരയ്ക്കാറുണ്ട്. എന്താണ് മീഡിയം? ഓയിൽ, പെൻസിൽ ഡ്രോയിങ്. പെൻസിലാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ ഗ്ലാസ് പെയിന്റിങ്. ഓക്കെ, അടിപൊളി. എന്നിട്ട് അതിന്റെ എന്തെങ്കിലും ബാക്കി കാര്യങ്ങളുണ്ട്? എക്സിബിഷൻ നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും പരിപാടി? എക്സിബിഷൻ ഒന്നും പോയിട്ടില്ല, ബട്ട് സെയിൽ ചെയ്തിട്ടുണ്ട്. ഏത് ഗ്ലാസ് പെയിന്റ് ആണോ? ഒരു എങ്ങനെയാണ് അതിന്റെ റേറ്റ് ഒക്കെ ഒന്ന് അറിഞ്ഞേക്കാം. ചെറിയ മാർക്കറ്റിംഗ് ചെലവ് എനിക്കായിരുന്നു കേട്ടോ. സൈസ് 14 to 20 ആണെങ്കിൽ 18 ഒക്കെ ആണെങ്കിൽ ഫ്രെയിം ഫ്രെയിം ആണെങ്കിൽ ഒരു 5000 റുപ്പീസ്. സോറി 500. സോറി ഒരു പൂജ കൂട്ടിയിട്ട് 5000. അതവിടെ 5000. അതൊന്നും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇപ്പൊ നമുക്ക് 3000ന്റെ ഗെയിമിലേക്ക് പോവാം. റെഡി അല്ലേ? അപ്പൊ ഇതിന്ന് ഒരു ഗെയിം എടുത്തോ. അപ്പോ ഉറപ്പായും 3000 രൂപ കിട്ടുന്ന ഷിഫയുടെ ഗെയിം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഈ ഗെയിമിന്റെ പേരാണ് ക്യാലെ വാലി. കാലുമായി ബന്ധപ്പെട്ട ഒരു ഗെയിം ആയതുകൊണ്ടാണോ കാലേ വാലി എന്നാണോ ചിലപ്പോൾ അത് അറിയാതെ ക്യാ ആയതായിരിക്കും. നമ്മൾ കാലിൽ ഒരു ഗ്ലാസ് ഫിറ്റ് ചെയ്ത് തരും. അതിൽ ഒരു നൂല് കെട്ടിയിട്ട് അതിൻ്റെ അടിയിൽ ഒരു ബോൾ ഇട്ടുണ്ടാവും. ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ നമ്മൾ തരും. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആട്ടിയിട്ട് ആ ബോള് അതേ ഗ്ലാസ്സിലേക്ക് വീഴ്ത്തണം. അതാണ് ഗെയിം. അതുകൊണ്ടായിരിക്കും ഇവർ ഈ ഗെയിമിന് ക്യാലേ വാലി എന്ന് പേരിട്ടത്. ഷിഫയുടെ ഉറപ്പായും 3000 രൂപ കിട്ടുന്ന ഗെയിം ക്യാലേ വാലി. സി കേരളം സൂപ്പർ ബമ്പറിൽ ഷിഫ അടുത്ത മത്സരത്തിന് റെഡി ആയിരിക്കുന്നു. 3000 രൂപ ഉറപ്പായിട്ടും കിട്ടും. എനിക്ക് തോന്നുന്നു ഷിഫയൊക്കെ കൂടുതൽ പ്രാർത്ഥന കൂട്ടുകാരിമാരാണ്. അവരോടെ തന്നെ നിൽപ്പുണ്ട്. കാരണം 3000 കിട്ടിയാലാണ് മറ്റേ ചെലവ് കാര്യമായിട്ട് കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട്. അപ്പോൾ 80 സെക്കൻഡ് സമയമുണ്ട് ഷിഫ. 80 സെക്കൻഡ് സമയത്തുള്ള ഈ 2 ബോളും കാലിലുള്ള ആ ഗ്ലാസിന്റെ ഉള്ളിലേക്ക് എത്തിക്കുക. ആട്ടുതൊട്ടിലിൽ ആട്ടി എത്തിക്കുക. റെഡി അല്ലേ? ഇത് നമ്മൾ ശിരോത്കരായിട്ട് മറ്റേ മണവാട്ടിരിക്കണ പോലെ ഇരിക്കണ എന്താണ്? കുറച്ച് ഉഷാറായിട്ടൊക്കെ ഇരുതേ. ഇത് ഒപ്പനയ്ക്ക് ഇരിക്കണ പോലെ ഉണ്ടല്ലേ? ഇതെങ്ങനെ മറ്റേ കുട്ടി പാടായിരുന്നു ചുറ്റും. റെഡി? നമുക്ക് തുടങ്ങിയാലോ? അപ്പോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. റെഡി? ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ ഷിഫനെ. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. അത് പതുക്കെ മുകളിലേക്ക് കിട്ടുമോ നോക്കി. മുകളിലേക്ക്. ഇതിപ്പോ കാലിൽ മറ്റേ ചുറ്റിപ്പിണന്ന് ആകെ പ്രശ്നം. അതെ അതെ, സാവധാനം ചെയ്താൽ മതി. സാവധാനം ചെയ്താൽ മതി. 2 ബോളുള്ളൂ. അതന്നെ. ഇനി ഒരു കുറച്ചേരം വേണമെങ്കിൽ ആ കാല് ചെയ്ത് നോക്കി. ഈ കാലിന് വേദന ഉണ്ടാവും. അതന്നെ. പോരട്ടെ കിട്ടും. റെഡി? അതന്നെ. അത് അതിന്റെ ഉള്ളിൽ എത്തട്ടെ. കിട്ടും. റെഡി? അത് വീണു. ഇനി അഡ്ജസ്റ്റ് ചെയ്തിട്ടേ. ആളത് ചുരുട്ടി പിടിച്ചു കാലിന്റെ വിരലുണ്ട്. യെസ് യു ക്യാൻ. യെസ് അതന്നെ. വീണു. ഒരെണ്ണം വീഴ്ത്തിട്ടോ. രണ്ടാമത്തെ. അത്രേ ഉള്ളൂ. ഇപ്പൊ ടെക്നോളജി മനസ്സിലായില്ലേ ഏതാണ്ടൊക്കെ. പോരട്ടെ. ഒന്ന് നന്നായിട്ട് കൈയടിച്ചേ. ഷിഫയ്ക്ക് അത് സാധിക്കട്ടെ. കൂട്ടുകാരിമാരെ നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക, പ്രാർത്ഥിക്കുക. നല്ല ഇത് നടക്കുള്ളൂ. കൗണ്ട് ഡൗൺ തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് കൗണ്ട് ഡൗൺ തുടങ്ങാം. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. 1 മുതൽ 10 വരെ ഉള്ളു. ഇല്ല, ഞാൻ എണ്ണം മറന്നുപോയി. ഓക്കെ, എന്തായാലും ഷിഫ 3000ന്റെ ആള് സങ്കടപ്പെട്ടൊക്കെ ഇരിക്കാൻ തോന്നുന്നു. 3000ന്റെ റൗണ്ടിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. പക്ഷെ ആള് ഒരെണ്ണം കഷ്ടപ്പെട്ട് എത്തിച്ചു. നല്ലൊരു കൈയടി കൊടുത്തു ഷിഫയ്ക്ക്. ഷിഫ അങ്ങനെ 2ാം റൗണ്ടിൽ പുറത്തായിരിക്കുകയാണ്. പക്ഷെ 1000 രൂപ സ്വന്തമായിട്ട് എന്തായാലും കിട്ടിയിട്ടുണ്ട്. സന്തോഷമായില്ലേ? ചെറിയ ചെലവൊക്കെ ചെയ്താൽ മതി. ഇത് കിട്ടുന്ന പോലെ ഞാൻ പ്രതീക്ഷിച്ചില്ല. അതാണ്
1000 രൂപ കിട്ടുന്നല്ലോ. അപ്പൊ ഇനി ഇത് വേണ്ടല്ലോ, വെറുതെ കയ്യിൽ വെച്ചിട്ട് തന്നോ. കൊടുത്തേക്കാം അല്ലേ? ഓക്കെ, എന്തായാലും 2 സമ്മാനങ്ങൾ കൂടി ഷിഫയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒന്ന് കാരവാൻ ഐസ്ക്രീം പാർലർ നൽകുന്ന ഒരു കിടിലൻ സമ്മാനമാണ്. മറ്റൊന്ന് 4 വിഷ് മാട്രസ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമാണ്. ഈ 2 സമ്മാനങ്ങളും 1000 രൂപയുമായിട്ട് ഷിഫ ടാറ്റ പറയുന്നു. വീണ്ടും കാണാം. സി കേരളം സൂപ്പർ ബമ്പറിൽ ഇനി അടുത്ത മത്സരാർത്ഥിയെ തെരഞ്ഞെടുക്കാം നമുക്ക്. അതിനു മുമ്പ് ഇപ്പോ ചെറിയ ഒരു ബ്രേക്ക് എടുക്കാം. സി കേരളം സൂപ്പർ ബമ്പറിൽ തൽക്കാലം ഈ മിഥുൻ ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കുന്നു. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. അതിൽ ഇനി നമ്മൾ ഇന്നത്തെ അടുത്ത മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അടുത്ത മത്സരാർത്ഥി ഇനി ഒട്ടും സമയങ്ങളെയല്ലേ, നമുക്ക് തന്നെ എടുത്തേക്കാം. ആരാണെന്ന് നോക്കാം. ദൈവമേ, ഏത് ഭാഗ്യവാനാണാവോ ഇനി അടുത്തത് ഇങ്ങോട്ട് വരാൻ പോകുന്നത്. ഇവിടെ ഒരു ആൺകുട്ടിയുടെ പേരാണ് പറഞ്ഞത്, പക്ഷെ എൻ്റെ കൈ കിട്ടിയിരിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ പേരാണ് കിട്ടിയിരിക്കുന്നത്. അഞ്ജിത. ആരാണ് അഞ്ജിത? മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു. നമസ്കാരം അഞ്ജിത, കയറി നിൽക്കൂ. ഒരു നല്ല കൈഡി കൊടുത്തേ. അഞ്ജിത റെഡിയാണ്. അഞ്ജിതയ്ക്കുള്ള പണപ്പെട്ടിയും അതിനു മുമ്പുള്ള പണിപ്പെട്ടിയും ഇവിടെ റെഡിയാണ്. നമുക്കൊരു ഗെയിം എടുത്താലോ? എടുത്തോ. അപ്പോ അഞ്ജിതയുടെ ആദ്യത്തെ ഗെയിം എടുത്ത് എന്റെ കൈ തന്നേക്കാണ്. നമുക്ക് നോക്കിയാലോ എന്താ സംഭവം നോക്കാം. കിലുകിൽ പമ്പരം. അപ്പോ കിലുകിൽ പമ്പരം എന്ന് പറയുന്ന ഗെയിമാണ് അഞ്ജിതയ്ക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത്. പമ്പരം കറക്കൽ തന്നെയാണ് ഗെയിം. നമ്മൾ കുറേ പമ്പരം തരും. 120 സെക്കൻഡ് സമയമുണ്ട്. ഈ സമയത്തിനുള്ളിൽ 12 പമ്പരങ്ങൾ നമ്മൾ കറക്കണം. അവസാനം ഞാനൊരു 5 സെക്കൻഡ് കൗണ്ട് ചെയ്യുന്ന ഒരു ടൈം എത്തും. ആ 5 സെക്കൻഡ് കൗണ്ട് ചെയ്യുന്നതിന് ആ സമയത്ത് 12 പമ്പരം ഒരുമിച്ച് കറങ്ങുന്നുണ്ടാവണം. അപ്പൊ ആദ്യത്തെ പമ്പരം നിന്ന് പോയാൽ പെട്ടുപോകും. അപ്പൊ നല്ല ആഞ്ഞു വേണം കറക്കാനായിട്ട്. റെഡി? 12 പമ്പരം പോവാം. അപ്പോ പമ്പരം കറക്കാൻ അഞ്ജിത റെഡി, കാണാൻ നമ്മളും റെഡി. ഗെയിമിലോട്ട്. അഞ്ജിത അതേ ഇവിടെ പമ്പരം കറക്കാൻ റെഡിയാണ്. നിൽക്കുക കണ്ടതൊന്നും കല്ല് കൊത്താറുണ്ടോ കല്ല് എന്നൊക്കെ പറഞ്ഞ് പണ്ട് അമ്മച്ചിമാര് പോടാറുണ്ട്. അതുപോലെ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട്, അത് ചുമ്മാ പറഞ്ഞല്ല, ഇതിലാണ് പമ്പരം നമ്മൾ കറക്കേണ്ടത്. നേരത്തെ പറഞ്ഞ 12 പമ്പരങ്ങളാണ്. ഈ 12 ഇതിൽ കിടന്നാണ് കറങ്ങേണ്ടത്. റെഡി? അപ്പുറത്ത് ഒരാൾ മൈക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും അതെന്തിനാണ്. നിലത്ത് പോകുന്ന പമ്പരം എടുത്തു കൊടുക്കാൻ. നമ്മളൊക്കെ പണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഔട്ട് വർക്ക് എന്ന് പറയാറില്ലേ, അതുപോലത്തെ പരിപാടിയാണ്. എന്തായാലും കൂട്ടുകാരുടെ പേരെന്താ? ഹനാൻ ഇവിടെ ഏതാ പഠിക്കുന്നത്? BSc കമ്പ്യൂട്ടർ സയൻസ് ഫൈനൽ ഇയർ. ഒരേ ക്ലാസ് തന്നെയാണ്. അതെ. വെടിവെക്കണ പോലെയുള്ള സംസാരിക്കുന്നത് BSc കമ്പ്യൂട്ടർ സയൻസ്. അപ്പൊ റെഡി അല്ലേ പമ്പർ എടുത്തു കൊടുക്കാൻ? എന്നാ മൈക്ക് തന്നോളൂ. ഞാൻ അതൊരു ബുദ്ധിമുട്ടാവണ്ട. നമ്മള് മത്സരം തുടങ്ങാൻ പോവാണ്. 12 പമ്പരങ്ങൾ ഇതിൽ കറങ്ങണം. റെഡി അല്ലേ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അത് ഇത്തിരി ആഞ്ഞു കറങ്ങണം. അത് നിന്നുപോയി. ശരിക്കും ആഞ്ഞു കറക്കിയാലാണ് 12 പമ്പരം ഒരുമിച്ച് കറങ്ങുള്ളൂ. നമ്മൾ കറക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. എടുത്ത് ഹെൽപ്പ് ചെയ്യാൻ കൂട്ടുകാർ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം നിന്ന് പോവാണല്ലോ. പോട്ടെ. കറക്കിക്കോ. പമ്പരം ശരിക്കും കറക്കി വിട്ടേ. നന്നായിട്ടൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. അതാണ് പോരട്ടെ. അതാണ് ഇപ്പൊ കറക്കിയത് കറക്റ്റ് ആണ്. അത് നിലത്ത് പോകുന്നൊക്കെ കൂട്ടുകാർ എടുത്തോളൂ, പേടിക്കണ്ട. നമ്മളിവിടെ കറക്കിയാൽ മാത്രം മതി. റെഡി? ഗെയിം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 3 എണ്ണം ഇപ്പൊ നിപ്പിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ബാക്കിയുള്ള നിന്നും പോകണ്ടല്ലോ ദൈവമേ. റെഡി. ഇത് നടക്കും. അല്ലെങ്കിൽ നമ്മൾ നടത്തും. അത്രേ ഉള്ളൂ. ഹനാൻ ചോദിക്കട്ടെ, ഞാൻ കറക്കി കൊടുക്കട്ടേത്? അഞ്ജിത തോക്കുകയാണെങ്കിൽ നമുക്ക് ഹനാൻ അവസരം കൊടുക്കാം. ഓക്കെ, കറക്ക്. പോരട്ടെ. 3 എണ്ണമാണ് ഇപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. 5 എണ്ണം ആയിട്ടുണ്ട്. 5 എണ്ണം അല്ല, 4 എണ്ണേ കറങ്ങുന്നുള്ളൂ. ഇതെനിക്ക് അവസാനം 5 സെക്കൻഡ് എണ്ണമുള്ള ഗ്യാപ്പ് കിട്ടുന്നു തോന്നണില്ല. കറങ്ങട്ടെ. പമ്പരം കറക്കണ പോലെ അങ്ങോട്ട് കറങ്ങട്ടെ. അത് ചേർത്തു. കറക്ക്. ശരിക്കും കറക്ക്. ആഞ്ഞ് കറക്ക്. സമയമുണ്ട് നമ്മുടെ കയ്യിൽ. ഇനി അതെല്ലാം ഒന്ന് കറക്റ്റ് എല്ലാം ഒന്ന് കറക്കി വിട്ടാൽ മതി. അത് വീണു. കറങ്ങിക്കൊണ്ടിരുന്നതാണ്, നിലത്തേക്ക് ചാടിപ്പോയത്. ഇതേ കൂട്ടിമുട്ടുന്നുണ്ട് നോക്കൂ. അങ്ങനെ നിന്ന് പോകുന്നുണ്ട്. കൂട്ടിമുട്ടാത്ത രീതിയിൽ കറക്കാൻ പറ്റുമെന്ന് നോക്കൂ. അത് തന്നെ. 12 എണ്ണമാണ് ആകെ ഉള്ളത്. അതെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കണം. 3 എണ്ണം കറക്കി വരുമ്പോഴേക്കും ആദ്യം കറക്കിയ 3 എണ്ണം വീണ്ടും നിന്നു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. റെഡി? പോരട്ടെ. കറക്ക്. ഹനാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പൊ ഒന്നും കറങ്ങല്ലേ. ഓക്കെ, എന്തായാലും കൗണ്ട് ഡൗണിനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ എണ്ണാൻ പോവാണ്.
മാക്സിമം ട്രൈ ചെയ്തോ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. 3 കറങ്ങണ്ടായിരുന്നില്ല അവസാനം ഒരെണ്ണം അത് കറങ്ങി ചെയ്തു. അങ്ങനെ ആദ്യത്തെ ഗെയിമിൽ നിന്ന് തന്നെ അഞ്ജിത ഔട്ടായിരിക്കുകയാണ്. സഹായിക്കാൻ വന്ന ഹനാനും ഔട്ടായിരിക്കുകയാണ്. നിങ്ങൾക്ക് രണ്ടാൾക്കൂടി ഒരു ടാസ്ക് ഗിഫ്റ്റ്, ഇതിൽ കാശില്ലാട്ടോ, ഗിഫ്റ്റ് കൊടുക്കാം. 6 എണ്ണം. ഹനാൻ റെഡി? 120 സെക്കൻഡ്, 6 എണ്ണം. യുവർ ടൈം സ്റ്റാർട്ട് നൗ. തുടങ്ങിക്കോ. അടിപൊളി. 1, 2, 3, 4, 5, 6. ഇനി ഇത് പോട്ടെ, അടുത്ത് പോട്ടെ. 6 കൂടുതൽ പോകാൻ നോക്കാലോ നമുക്ക്. 6 പോട്ടെ. അത് പോട്ടെ. 7, 8, പോട്ടെ. ഇത് ഓഫർ മാറി, ആ കളി മാറി. 6 കൂടുതൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മിക്കവാറും 12 എണ്ണവും കറക്കുന്ന എനിക്ക് തോന്നണേ. അങ്ങനെയാണെങ്കിൽ ഗെയിം മാറും, പരിപാടി കളി മാറും. ഇവിടെ ഒന്നും കൈയടിച്ചേ. ഇവിടെ ഉഷാറായ കാര്യങ്ങൾ. 12 എണ്ണമാണ് കറക്കി. പക്ഷെ ഇപ്പൊ കൂട്ടിമുട്ടി പലതും കറക്കി തല ഇറങ്ങി വീണേക്കാണ്. ഓക്കെ, നല്ലൊരു കൈയ്യടി കൊടുത്തേ. ആള് 12 എണ്ണം കറക്കി, പക്ഷെ ഇടയിൽ കൂട്ടിമുട്ടി. എന്തായാലും 6 എണ്ണം സിമ്പിൾ ആയിട്ട് ചെയ്തായിരുന്നു. നല്ലൊരു കൈയ്യടി കൊടുത്തേ ഹനാന്. ഒപ്പം അഞ്ജിതയ്ക്കും. അവരൊന്നിച്ച് അടിപൊളിയായിട്ട് മത്സരിച്ചിരിക്കുകയാണ്. പെട്ടെന്നാണ് ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകാൻ പോയത്. നമ്മൾ ആദ്യം വെറുതെ ഔട്ട് വർക്ക് ഇതൊക്കെ വിളിച്ച് കളിയാക്കി. പക്ഷെ ആള് ആ വാശിയിൽ 6 എണ്ണം അല്ല 12 എണ്ണവും കറക്കി. അവസാനം കൂട്ടിമുട്ടി ചിലത് നിലത്ത് വീണതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോ ഹനാന് സമ്മാനം കൊടുക്കുകയാണ്. ആദ്യത്തെ സമ്മാനം എന്ന് പറയുന്നത് നമ്മുടെ കാരവാൻ ഐസ്ക്രീംസ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമുണ്ട്. അതുപോലെ ക്വാൻലി നൽകുന്ന ഒരു അടിപൊളി സമ്മാനമുണ്ട്. ഹാപ്പി ആയില്ലേ? ഇതിപ്പോ എനിക്ക് പൊട്ടയതാണോ നാട്ടുകാർക്ക് പൊട്ടയതാണോ എന്ന് പറയുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ, ചില ആളുകളെ കാണുമ്പോൾ, ചില പുതിയ കൂട്ടുകാരെ കിട്ടുമ്പോൾ, അവരോടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സമയം പോയതറിഞ്ഞില്ല എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ സത്യം പറഞ്ഞാൽ 2 ദിവസം നമ്മൾ പോയതറിഞ്ഞില്ല. നമ്മളിവിടെ പാലക്കാട് വടക്കഞ്ചേരി IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിലായിരുന്നു 2 ദിവസം. ഇവിടുത്തെ കുട്ടികളും ടീച്ചർമാരും ഹെഡ് മാഷും ഒക്കെ കൂടി നമ്മൾ പൊളിച്ചടുക്കി. ഇനി ചിലപ്പോ നാളെ നിങ്ങളുടെ ഇടയിലായിരിക്കും, ചിലപ്പോഴല്ല നിങ്ങളുടെ ഇടയിലേക്കും നമ്മൾ വരും. സൂപ്പർ ബമ്പറും 25,000 രൂപയും മറ്റ് ഒരുപാട് സമ്മാനങ്ങളുമായിട്ട്. തൽക്കാലം ഇന്നത്തേക്ക് ടാറ്റ പറയുന്നു. ഗുഡ് ബൈ.